ഹായ് ഫ്രണ്ട്സ്, സെക്ടർ 36 സെപ്റ്റംബർ 13 മുതൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദി ഫിലിമാണിത്. ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എനിക്ക് തന്നെ തോന്നുന്നത് ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിട്ടാണ്. കാരണം ഈ സിനിമക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിവ്യൂകൾ വളരെ മികച്ചതാണ്. 2006 നോയിഡയിൽ നടന്ന നിധാരി കൂട്ടക്കൊലയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പൊതുവെ സീരിയൽ കില്ലിങ് പ്രമേയമായുള്ള സിനിമകളിൽ നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ ഉണ്ട്. തുടർച്ചയായ സീരിയൽ കില്ലിങ്സ് കാണിക്കും, പോലീസിന് ഇടക്കിടക്ക് ഓരോ ത്രെഡ് കിട്ടിക്കൊണ്ടിരിക്കും, അവസാനം ഈ സീരിയൽ കില്ലറെ കണ്ടുപിടിക്കും. പക്ഷെ ഇവിടെ സിനിമ ഫോളോ ചെയ്യുന്നത് ഒരു ഡിഫറെന്റ് പാറ്റേൺ ആണ്. ആദ്യം തന്നെ സീരിയൽ കില്ലറെ അങ്ങ് കാണിക്കും, എന്തിനാണ് കൊല്ലുന്നതെന്ന് കാണിക്കും, പിന്നെ പോലീസും ഈ സീരിയൽ കില്ലറും തമ്മിലുള്ള ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം. ആദ്യം തന്നെ സീരിയൽ കില്ലറെ കാണിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ത്രില്ലിങ് എലമെന്റ്സ് അങ്ങ് നഷ്ടപ്പെടും. പിന്നെ വേണ്ടത് ടൈറ്റായ ഒരു സ്ക്രിപ്റ്റ് ആണ്. കാരണം സസ്പെൻസിന് ഇനി സ്ഥാനമില്ല. അതുപോലെ നല്ല പെർഫോമൻസ്. ഈ സിനിമയുടെ കഥ ഓക്കെയാണ്, പെർഫോമൻസ് ഗംഭീരാണ്. പക്ഷെ പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള മൊമെന്റ്സ് വളരെ കുറവാണ്. ഒരു സീൻ എടുത്തു പറയേണ്ടതുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരൻ സീരിയൽ കില്ലറെ ചോദ്യം ചെയ്യുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ ഒരു ഓവർ ദ ടോപ്പ് സീനായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല. കാരണം ഇതിലും നല്ല സീനുകൾ മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് 5-ാം പാതിരയിൽ ഇന്ദ്രൻസ് ജസ്റ്റ് ഒരു ക്യാമിയോ റോളിൽ പറയുന്ന 1-2 സെന്റൻസ് ഉണ്ട്. അതുപോലെ കൂമൻ എന്നുള്ള സിനിമയിൽ ജാഫർ ഇടുക്കി മോഷണത്തിന്റെ ആ ഒരു ത്വരയെ കുറിച്ച് പറയുന്ന കുറച്ച് സീനുകളുണ്ട്. അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സിനിമയിൽ വിക്രാന്ത് മാസെ കാണിച്ച ആ ഒരു സീന് അങ്ങനെ അതിഗംഭീരം എന്ന് പറയാനൊന്നും എനിക്ക് തോന്നുന്നില്ല. പലരും പറയുന്നത് കേട്ടത് ഇത് ഭയങ്കര ഹൊറിബിൾ ആയുള്ള ഒരു സിനിമയാണ്, അതായത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല, ഇതിന്റെ കണ്ടന്റ് അങ്ങനെയാണ്. പക്ഷെ എനിക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നില്ല. വയലൻസ് സീനുകളൊക്കെ വളരെ കുറവാണ്, പ്രത്യേകിച്ചും കാണിക്കുന്നില്ല അങ്ങനെയുള്ള സീനുകളൊന്നും. ചോര ഇങ്ങനെ ഒഴുകുന്ന കാണിക്കുന്നുണ്ട്, അല്ലാതെ പിന്നെ ഒരു ബലാത്സംഗം അല്ലെങ്കിൽ ഭയങ്കരമായി കീറി മുറിക്കുന്നത് അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യുന്നത് അങ്ങനെയുള്ള സീനുകളൊന്നും ഇതിലില്ല. ഈ ഒരു ഇന്ററോഗേഷൻ സീനിൽ പറഞ്ഞ കുറച്ച് ഡയലോഗ്സ് അല്ലാണ്ട് ഇതിൽ ഡിസ്റ്റർബിംഗ് ആയിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ പെർഫോമൻസ് അത്യാവശ്യം ഗംഭീരമായി വന്നിട്ടുണ്ട്. ആദ്യം പറയേണ്ടത് വിക്രാന്ത് മാസെ സീരിയൽ കില്ലറായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇതിനു മുമ്പ് ഒരു മികച്ച നടനാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായിട്ടില്ല. 12th ഫെയിൽ കണ്ടിട്ട് എല്ലാവർക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനിത് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ 12th ഫെയിലിലെ പെർഫോമൻസ്, അല്ലെങ്കിൽ മിർസാപൂർ സീരീസിലെ പെർഫോമൻസ്, അല്ലെങ്കിൽ ക്രിമിനൽ ജസ്റ്റിസ് സീരീസിലെ പെർഫോമൻസ്, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരേ ടൈപ്പ് ആക്ടിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി നോക്കിയാൽ പോലും ഒരു നിഷ്കളങ്കമായ രീതിയിലുള്ള ഡയലോഗ് ഡെലിവറിയാണ് പൊതുവേ കൊടുക്കാറ്. അതിപ്പോൾ 12th ഫെയിലിലെ ആ സ്റ്റുഡന്റ് ആയിക്കോട്ടെ, മിർസാപൂറിലെ ദാദാ ടൈപ്പ് കഥാപാത്രം ആയിക്കോട്ടെ, ക്രിമിനൽ ജസ്റ്റിസിൽ ജയിലിൽ പോകുന്ന കഥാപാത്രം ആയിക്കോട്ടെ, അങ്ങനെ ഒരേ ടൈപ്പ് പെർഫോമൻസ് ആണ് അദ്ദേഹം തീർച്ചയായും കാഴ്ചവെച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സെക്ടർ 36 പെർഫോമൻസ് അത്യാവശ്യം വെറൈറ്റിയാണ്. അത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പോലീസായി എത്തിയിരിക്കുന്നത് ദീപക് ദോബ്രിയലാണ്. അദ്ദേഹം ഒരു വേഴ്സറ്റൈൽ ആക്ടറാണ്. നമ്മൾ പൊതുവേ ഈ സമാന്തര ഹിന്ദി സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന കുറേ പേരുകളുണ്ടല്ലോ, നവാസുദ്ദീൻ സിദ്ദിഖി, പങ്കജ് ത്രിപാഠി, അതുപോലെ ഉള്ള നടന്മാരുടെ ലിസ്റ്റിലേക്ക് പെടുത്താൻ പറ്റിയ നടനാണ് ദീപക് ദോബ്രിയാൽ. അദ്ദേഹത്തിന്റെ റോള് വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ക്ലൈമാക്സ് കഴിഞ്ഞൊരു ടൈലന്റ് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഏച്ച് കെട്ടിയതുപോലെ തോന്നി. പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ടൈലന്റ് അങ്ങനെയാണ് തോന്നിയത്. ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ടുള്ള സീന്. ദൈർഘ്യം 2 മണിക്കൂർ 4 മിനിറ്റാണ്. അതിൽ തന്നെ അത്യാവശ്യം ബോറടിയൊക്കെ ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആവറേജ് വാച്ചാണ്. ഈ പറയുന്ന ഭയങ്കരമായ അഭിപ്രായം എനിക്ക് തോന്നിയില്ല. ചിലപ്പം ഓവർ എക്സ്പെക്ടേഷൻ കൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത് ഇതൊരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആണ്. ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3 ഔട്ട് ഓഫ് 5. ആദ്യം തന്നെ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു, പക്ഷെ പറയാൻ വിട്ടുപോയി. ഈ സിനിമയെ ഡിസ്റ്റർബിങ് എന്ന് തോന്നുന്നവർ കാണേണ്ട ഒരു പടമാണ് വെൽക്കം ഹോം. മറ്റൊരു ഹിന്ദി പടമാണ്, ഒരു 3-4 കൊല്ലം പറഞ്ഞ പടമാണെന്ന് തോന്നുന്നു. അതിൻ്റെ അത്ര ഡിസ്റ്റർബിങ് ആയ ഹിന്ദി പടങ്ങൾ വളരെ കുറവാണ്. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക.